ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് സ്തുതിയും സ്തോത്രം അർപ്പിക്കാം. ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മളോട് എന്താണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം. 1 യോഹന്നാൻ 4:10. 1 യോഹന്നാൻ 4:10 പറയുവാണ്, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല. എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, എന്താണ്, ഞാൻ ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തെ അറിഞ്ഞു വന്നു, എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി. പക്ഷേ വചനത്തിൽ പറയുവാണ്, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, പകരമോ അവൻ നമ്മെ സ്നേഹിച്ചു. ദൈവം നമ്മെ സ്നേഹിച്ചു. അതാണ് യഥാർത്ഥ സത്യം. നമ്മൾ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ, അല്ലെങ്കിൽ പറയാം ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ കർത്താവ് നമ്മെ കണ്ടു, അമ്മയുടെ ഉദരത്തിലാക്കി. അവിടെ എല്ലാം ദൈവം നമ്മെ കണ്ടു, നമ്മെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് അമ്മയുടെ ഉദരത്തിലിരിക്കുമ്പോൾ ഒരു അനർത്ഥം വരാതെ, ഒരു അപകടം വരാതെ സൂക്ഷിച്ച് ആയുസ്സോടെ ഈ ഭൂമി കൊണ്ടുവന്നത്. ഈ ഭൂമി വന്നിട്ടോ എന്തെല്ലാം തരത്തിലുള്ള അനർത്ഥങ്ങൾ, അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു. നമ്മളിപ്പോൾ തീർന്നു പോകുന്നു പലരും വിചാരിച്ചു പോയ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്താ, ദൈവം നമ്മെ സ്നേഹിച്ചു, അതുകൊണ്ടാണ് നമ്മെ നിലനിർത്തിയത്. അപ്പം നാം ദൈവത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന് പറയുന്നതാണ് സത്യം. അവിടെ പറയാണ്, തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. അപ്പോൾ ദൈവം നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ് ഉദരത്തിലിരിക്കുമ്പോൾ നമ്മെ സ്നേഹിച്ച് കരുതി ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതും. ഈ ഭൂമിയിലായിരുന്ന സമയത്ത് പലവിധ അനർത്ഥങ്ങൾ, പ്രയാസങ്ങൾ കടന്നു വരാമായിരുന്ന മേഖലകളിൽ അവിടെ നിന്നെല്ലാം വിടുവിച്ച് നമ്മെ നിലനിർത്തിയതൊക്കെ ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ്. അതും കൂടാതെ ഏറ്റവും മഹത്തായതെന്ന് പറഞ്ഞാൽ, നമ്മൾ പാപികളായിട്ട് ജനിച്ചു, ഒരുപാട് പാപങ്ങൾക്ക് അടിമയായിട്ട് ഈ ഭൂമിയിൽ താമസിക്കുമ്പോൾ, ഈ ഭൂമിയിൽ വസിക്കുമ്പോൾ എങ്ങനെ നമ്മളെ ഇതിൽ നിന്ന് വീണ്ടെടുക്കാം? അങ്ങനെയാണ് ദൈവപുത്രനെ അയച്ച് നമ്മെ വീണ്ടെടുത്ത്, നമ്മുടെ പാപങ്ങളിൽ നമ്മൾ വീണ്ടെടുത്തത് സാക്ഷാൽ സ്നേഹമാണ്. ഇതിൽ വലിയൊരു സ്നേഹം ദൈവത്തിന് നമുക്ക് നൽകാനില്ല. ആ സാക്ഷാൽ സ്നേഹം ലഭിച്ചവരാണ് നാം. അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കർത്താവ് നമ്മെ സ്നേഹിച്ചു. നാം കർത്താവിനെ സ്നേഹിക്കുന്നതിലുപരി കർത്താവ് നമ്മെ സ്നേഹിച്ച് ഇതുവരെയും നമ്മളെ ആക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ വചനങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.